ഇനി വിഷു ഈസ്റ്റർ ആഘോഷങ്ങൾക്കൊരുങ്ങാം ഇമ്മാനുവൽ സിൽക്സിനൊപ്പം. വൻ വിലക്കുറവിനൊപ്പം നേടൂ കൈനിറയെ സമ്മാനങ്ങളും. ഇമ്മാനുവൽ സിൽക്സ് വിഷു ഈസ്റ്റർ ഹാർമണി ഫിയസ്റ്റ ബിഗ് സെയിൽ. ഇനി ഓരോ ആഘോഷവും വരവേൽക്കൂ ഇമ്മാനുവലിനൊപ്പം. ഇമ്മാനുവൽ സിൽക്സ് എം സ്പേസ് ഷോപ്പിംഗ് സെന്റർ, മേലെ പട്ടാമ്പി, ഓൾസോ അറ്റ് കണ്ണൂർ, കാഞ്ഞങ്ങാട് ആൻഡ് ഇരിട്ടി. ഷൊർണൂർ നിയോജക മണ്ഡലത്തിന്റെ വരുംകാല വികസന പദ്ധതികൾ ചർച്ച ചെയ്യുന്നതിനായി റോട്ടറി ക്ലബിന്റെ നേതൃത്വത്തിൽ സ്ഥാനാർത്ഥികളുടെ മുഖാമുഖം സംവാദം സംഘടിപ്പിച്ചു. ചെറുതുരുത്തിയിൽ നടന്ന പരിപാടിയിൽ UDF NDA സ്ഥാനാർത്ഥികളും LDF സ്ഥാനാർത്ഥിയുടെ പ്രതിനിധിയും പങ്കെടുത്തു. മണ്ഡലത്തിൽ അടുത്ത 5 വർഷം നടപ്പിലാക്കേണ്ട വികസന കാഴ്ചപ്പാടുകൾ സ്ഥാനാർത്ഥികൾ വോട്ടർമാർക്ക് മുന്നിൽ അവതരിപ്പിച്ചു. റോട്ടറി ക്ലബ്ബ് പ്രസിഡന്റ് ഡോക്ടർ കൃഷ്ണകുമാറിന്റെ അധ്യക്ഷതയിലാണ് ചെറുതുരുത്തിയിൽ സംവാദം നടന്നത്. UDF സ്ഥാനാർത്ഥി P ഹരിഗോവിന്ദൻ, NDA സ്ഥാനാർത്ഥി ശങ്കുട്ടിദാസ് എന്നിവർ നേരിട്ടെത്തിയപ്പോൾ LDF സ്ഥാനാർത്ഥി P മമ്മിക്കുട്ടിക്ക് വേണ്ടി ഏരിയ സെക്രട്ടറി സുധീർ മാഷ് സംവാദത്തിൽ പങ്കെടുത്തു. ഷൊർണൂരിന്റെ വികസന മുരടിപ്പും ഭാവി പദ്ധതികളും ചർച്ചയായ സംവാദത്തിൽ മോഡറേറ്റർമാരായി ഹരീന്ദ്രനാഥൻ, കൃഷ്ണകുമാർ, സന്ധ്യ മന്നത്ത്, രാജേഷ്, പുഷ്പരാജ്, രാമു ചാത്തനാഥ് എന്നിവർ നേതൃത്വം നൽകി. MLA ആയി തെരഞ്ഞെടുക്കപ്പെട്ടാൽ തങ്ങളുടെ കഴിവിന്റെ പരമാവധി മണ്ഡലത്തെ വികസനത്തിലേക്ക് നയിക്കുമെന്ന 3 മുന്നണി പ്രതിനിധികളും ഉറപ്പു നൽകി. പ്രത്യേകിച്ച് ഭാരതപ്പുഴ സംരക്ഷണത്തിന് വേണ്ടി, പ്രത്യേകിച്ച് നമ്മുടെ നദീ സംരക്ഷണത്തിന്റെ ഭാഗമായി ലഭിക്കുന്ന ഫണ്ടിലൊരു ഭാഗം ഭാരതപ്പുഴകളെ അല്ലെങ്കിൽ നമ്മുടെ പുഴകളെ സംരക്ഷിക്കുന്നതിനും പുഴയോരങ്ങളെ ആകർഷകമാക്കുന്നതിന് വേണ്ടി നമ്മുടെ സർക്കാർ നീക്കിവെച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഇവിടെ ആരംഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടുത്തെ ശ്മശാനം നവീകരിക്കുക എന്നുള്ള ഒരാശയമാണ് മുന്നോട്ട് വെച്ചത്. തീർച്ചയായും അത് പരിഗണിക്കേണ്ടതാണ്, പരിഗണിക്കപ്പെടാവുന്നതാണ് എന്നുള്ളതാണ്. മറ്റൊന്ന് ചർച്ച ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മുടെ കൊളപ്പുള്ളി ഷൊർണൂർ വരെയുള്ള റോഡ്. ആ റോഡ് വളരെ ആധുനിക രീതിയിലേക്ക് മാറ്റണമെന്നുള്ള ആഗ്രഹവും അതിനുവേണ്ടി ഫണ്ട് നീക്കി വയ്ക്കുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഏറെ ചെയ്യുമെങ്കിലും അതിലെ ചില സാങ്കേതിക പ്രശ്നങ്ങൾ അതിന് കാരണമായിട്ടുണ്ട്. എന്തായാലും ഈ MLA എന്നതിലേക്ക് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പരിഗണനയിലുള്ള ഒരു കാര്യമാണിത്. എന്തായാലും അത് പരിഹരിക്കും. അതിൻ്റെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് സന്തോഷപൂർവ്വം അറിയിക്കുകയാണ്. വേണ്ടി മുന്തിയ പരിഗണന നൽകുമെന്ന് ഈ അവസരത്തിൽ അറിയിക്കാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. പിന്നെ UDFനെ കുറിച്ച് നമുക്കറിയാം. കേരളത്തെ വീണ്ടെടുക്കാൻ ഒരു പുതിയ നിർദ്ദേശവുമായിട്ടാണ് ഞങ്ങൾ ജനങ്ങളെ സമീപിക്കുന്നത്. ഞങ്ങൾ 3 പേരും 3 ആശയഗതികൾ വെച്ചുകൊണ്ടാണ് ജനങ്ങൾ വോട്ട് ചോദിക്കുന്നത്. നിങ്ങൾക്കറിയാം കേരളത്തിൻ്റെ ഇന്നത്തെ അവസ്ഥ. 10 വർഷങ്ങൾക്ക് മുമ്പ് ഭരിച്ച ഉമ്മൻചാണ്ടിയുടെ ഗവൺമെൻറ് ഇവിടെ ചെയ്ത കാര്യങ്ങളൊക്കെ നമുക്കറിയാം. ഇവിടെ നമ്മുടെ PK ദാസ് മെഡിക്കൽ കോളേജ് ഉണ്ട്. നേരത്തെ മെഡിക്കൽ ഹെബിൻ്റെ കാര്യം പറഞ്ഞു, വായകുളത്തെ ഹെബിൻ്റെ കാര്യം പറഞ്ഞു, ഒക്കെ വളരെ നല്ല കാര്യങ്ങളാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഈ കൊച്ചി പാലം ഇത് നമ്മുടെ ഒരു പൈതൃകമല്ലേ? ഇതുവരെ ആരും അതിനെക്കുറിച്ച് പറഞ്ഞു എനിക്ക് തോന്നുന്നില്ല. ഞാനിവിടെ സ്ഥാനാർത്ഥിയെ വന്നതിന് ശേഷം ഈ നിയോജകമണ്ഡലം സഞ്ചരിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഏറ്റവും അവികസിതമായ മണ്ഡലം ഏതെന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ അത് ഷൊർണൂരാണെന്ന് നമുക്ക് പറയേണ്ടി വരും. അദ്ദേഹം വിവേകാനന്ദ സ്മാരകത്തിൻ്റെ കാര്യം സൂചിപ്പിക്കുകയുണ്ടായിരുന്നു. പ്രകടനപത്രികയുടെ 1ാമത്തെ പോയിന്റിൽ തന്നെ ഷൊർണൂർ റെയിൽവേ ജംഗ്ഷൻ നമ്മൾ സ്വാമി വിവേകാനന്ദൻ്റെ പേരിൽ ഉചിതമായിട്ടുള്ള സ്മാരകം, വിവേകാനന്ദ സ്വാമി കാലുകുത്തിയിട്ടുള്ള പ്രദേശമാണ്. അദ്ദേഹം കേരളത്തിൽ സന്ദർശിക്കുന്ന ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ ഇറങ്ങിയിട്ടാണ് എന്നുള്ള പ്രബലമായിട്ടുള്ളൊരു ലെജൻഡാണല്ലോ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് പേര് കൊടുക്കും എന്ന് ഞങ്ങൾ പറയുന്നുണ്ട്. അതേപോലെ തന്നെ ക്രെമറ്റോറിയത്തിൻ്റെ കാര്യം അദ്ദേഹം പറഞ്ഞു. ഞങ്ങളുടെ പ്രകടനപത്രികയിൽ 7ാമത്തെ പോയിന്റ് ശുചിത്വ ഷൊർണൂരാണ്. അതിൽ അവസാനത്തെ പോയിന്റ് ഇങ്ങനെയാണ്: മണ്ഡലത്തിൽ 2 വൈദ്യുത ശ്മശാനങ്ങൾ സ്ഥാപിക്കും എന്നാണ്. അപ്പോൾ നിങ്ങൾ 1 ആവശ്യപ്പെട്ടത്, ഞങ്ങൾ 2 നിർമ്മിക്കുമെന്നാണ് ആവശ്യപ്പെട്ടത്. അങ്ങനെ എല്ലാ പോയിന്റുകളും എനിക്ക് തോന്നുന്നു ഷൊർണൂരിലെ പൊതുസമൂഹം ആവശ്യപ്പെടുന്ന, ആഗ്രഹിക്കുന്ന, മുന്നോട്ട് വയ്ക്കുന്ന എല്ലാ വിഷയങ്ങളും അഡ്രസ്സ് ചെയ്തുകൊണ്ടും അഭിസംബോധന ചെയ്തുകൊണ്ടും അവയ്ക്കുള്ള പരിഹാരങ്ങൾ നിർദ്ദേശിച്ചുകൊണ്ടുമാണ് BJPയുടെ പ്രകടനപത്രിക ഇറങ്ങിയിട്ടുള്ളത്. അത് നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കുമെന്നും അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുമെന്നും ഞാൻ വിശ്വസിക്കുകയാണ്. ഉണ്ണികൃഷ്ണൻ മുടനാട്ട് സ്വാഗതവും റോട്ടറി ക്ലബ്ബ് സെക്രട്ടറി ജിഷ് പ്രകാശ് നന്ദിയും പറഞ്ഞു.